അങ്ങേയറ്റത്തെ പാളിപ്പോയ നയതന്ത്രമാണ് ഇന്ന് ലോക്സഭയിൽ നമ്മൾ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം എത്ര യുദ്ധങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്? 5 യുദ്ധങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിൽ 4 പാകിസ്ഥാനെതിരെ 1947-48, 1965, 1971, 1999 കാർഗിലിൽ. പിന്നീട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരുമൊക്കെ നമ്മൾ തിരിച്ചടിയാണ് കൊടുക്കുന്നത്. അതൊരു വലിയ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് പരിണമിച്ചിട്ടില്ല. പിന്നീടൊരു യുദ്ധം ചൈനയ്ക്കെതിരെയാണ്. അത് 1962. അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 3 യുദ്ധം, അതിൽ 2 പാകിസ്ഥാനെതിരെ വിജയിക്കുന്നു. ചൈനയ്ക്കെതിരെ നമുക്ക് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് 1971 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് ബംഗ്ലാദേശിനെ മുക്തമാക്കുന്ന മുജീബ് റഹ്മാനെതിരെ യാഹ്യ ഖാൻ നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണം. 4-മത്തത് വാജ്പേയിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ 1999 കാർഗിൽ യുദ്ധം. ഈ യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുമ്പോൾ, അഥവാ ഇന്ത്യക്കൊരു തീരുമാനമെടുക്കാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അത് 1947-48 പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാവട്ടെ, 65 ആവട്ടെ, 71 71 കഥ നമ്മൾ ഇപ്പോഴും പാടി നടക്കുന്ന കഥയാണ്. എന്താണ് 71 യാഹ്യ ഖാൻ അന്ന് മുജീബ് റഹ്മാൻ ഈ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ 99% പിന്തുണയോടുകൂടി വിജയിച്ചു വരുമ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കുരുതി കൊടുക്കുന്ന സമയത്ത് പലായനം ചെയ്തു വന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയും മുക്തിവാഹിനി പോലെ അവിടെ പ്രതിരോധിച്ച് നിർത്താൻ ഒരു സേനയെ ഇന്ത്യ തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. നോക്കുവന്നു, പാകിസ്ഥാനോടൊപ്പം ചൈന നിൽക്കുന്നു, അമേരിക്ക നിൽക്കുന്നു. നിക്സൺ ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആ സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായൊരു നിലപാട് പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നു, അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിൽ നിന്ന് നിയന്ത്രിക്കാനാവാത്ത അഭയാർത്ഥി പ്രവാഹമുണ്ട്, എന്ത് ചെയ്യണം? അന്ന് ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ ദുർഗാവാഹിനിയായി ഇന്ദിരാഗാന്ധി മാറുന്ന സന്ദർഭമായിരുന്നു അത്. നിക്സൺ സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന ധാരണയിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് 7ാം കപ്പൽപ്പടയെ അയക്കാൻ തീരുമാനിക്കുന്നു. പോയി പണി നോക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി.